എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ് വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം. അപ്പോൾ അവിടെ ഷാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ കോൺവോയ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാജൻ്റെ വണ്ടിയുടെ, അതായത് ഞങ്ങളുടെ കോൺവോയുടെ ഇടയിലേക്ക് ഒരു താറ് പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ച് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് മാറുകയും നോക്കുമ്പോൾ ഷാജൻസ്കറിയുടെ വണ്ടി ഞങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ അത് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അപ്പോൾ എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ പുറയിലാണ് ഞങ്ങളുടെ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്നത്. വണ്ടി ഒതുക്കിയിട്ടാക്കണപ്പോൾ എന്ത് പറ്റി, ഇനി വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ട് ഒന്നിച്ച് വീണ്ടും പോകാനാണോ എന്ന് നോക്കി കഴിഞ്ഞ് എന്ന് വിചാരിച്ചാണ് ഞങ്ങളും വണ്ടി ഒതുക്കിയത്. വണ്ടി നിർത്തി ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഇത് ഇത് വേറൊരു കേസാണ്, അപ്പോൾ വേറെ കേസാണ്, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ പന്തിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ പറഞ്ഞ അവിടെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴും ഏതൊരു വണ്ടി ഈ പറഞ്ഞ താറ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വണ്ടിയിലേക്ക് ഉറഞ്ഞ് ഷാജൻ്റെ വണ്ടിയുടെ സൈഡിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടുകൊണ്ടാണ് പുള്ളി നിർത്തിയത്. പിന്നെ ആർഗ്യുമെൻ്റ് ആണ്. കുറേ പേര് കൂട്ടം കൂടി ഒരു 3-4 പേര് നിന്നിട്ട് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഷാജൻസ്കറിയുടെ ഇങ്ങനെ ഇടിക്കും, അങ്ങനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് വന്ന ഗസ്റ്റാണ്, അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഞങ്ങളോട് വീണ്ടും അവർ പറയുന്നുണ്ട്, നിങ്ങൾ മാർക്ക് പോക്കൊന്നും പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അത് കാണുന്നത് ഷാജൻസ്കറിയുടെ മൂക്കിൽ നിന്നും പിന്നെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന വളരെ നിസ്സഹായാവസ്ഥയിൽ ഇടത് സൈഡിലുള്ള സീറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന ഷാജൻസ്കറിയെയാണ് പിന്നെ ഞാൻ കാണുന്നത്. അവിടെ നിൽക്കുന്തോറും സാഹചര്യങ്ങൾ വഷളാവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ കയറിയിരുന്ന ഷാജൻ്റെ വണ്ടി എടുത്ത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയത്.